എന്തുകൊണ്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇത്രയും അധികം ഓപ്പർച്യൂണിറ്റീസ് എന്ന് നിങ്ങൾ തിങ്ക് ചെയ്തിട്ടുണ്ടോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ലോകത്ത് 7.7 ബില്യൺ ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. അതിൽ 5.5 ബില്യൺ യൂസേഴ്സ് എന്നാണ് മൊബൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിൽ ഒരു ആവറേജ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 4 മണിക്കൂറും 20 മിനിറ്റുമാണ് എന്ത് ചെയ്യുന്നത്, ഒരു ദിവസം മൊബൈൽ സ്പെൻഡ് ആക്കുന്നത്, നിങ്ങളടക്കം. സോ ഇത്രയും വലിയ ഓഡിയൻസിന്, 5.5 ബില്യൺ ഓഡിയൻസിനെ നമുക്ക് ഓൺലൈനിൽ കിട്ടുന്ന സമയത്ത് എന്തുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന് നമുക്ക് ഓൺലൈൻ ത്രൂ സെല് ചെയ്തുകൂടാ? സോ നിങ്ങളെല്ലാം യൂസ് ചെയ്യുന്ന, ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ അടക്കം കാണുന്ന ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ എന്നുള്ള തോട്ട് പ്രോസസ്സിലൂടെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇത്രയും ഹൈലൈറ്റഡ് ആയിട്ട് മാറുന്നത്. സോ ഇന്ന് നമ്മുടെ നാടുകളിൽ എത്രത്തോളം ബിസിനസ് ഉണ്ടോ അവർക്കൊക്കെ സോഷ്യൽ മീഡിയ പ്രസൻസ് ആവശ്യമാണ്. സോഷ്യൽ മീഡിയ ത്രൂ അവർക്ക് എന്ത് വേണം? ലീഡ്സ് ആൻഡ് കോൺടാക്ട്സ് വേണം. അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഡിജിറ്റൽ മാർക്കറ്റിലോട്ട് വരും. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത്രയും ബൂമിംഗ് ആണ്. സോ നമ്മൾ എഡ്യൂസ്റ്റേക്ക് അക്കാദമിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കൊടുക്കുന്ന സമയത്താണെങ്കിൽ കൂടെ നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് സ്റ്റുഡൻസിന് പഠിക്കാൻ പറ്റുന്നതും, അത് കൂടാതെ തന്നെ അവർക്ക് ഇൻഡസ്ട്രിയിലോട്ടേക്ക് വരുന്ന സമയത്ത് ഈസിലി വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളത് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരുപാട് എൻക്വയറീസ് വരുന്നത്, സ്റ്റുഡൻസ് പഠിക്കുന്നതൊക്കെ. സോ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു കോഴ്സ് അല്ല, അതൊരു സ്കില്ലാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ 2025 അങ്ങോട്ടേക്ക് നമ്മൾ സർവൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സ്കില്ല് കൂടെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്.